റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഇതിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അതുകൊണ്ട് ഖുർആൻ നല്ലപോലെ ഓതണം. ഖുർആൻ ഇഷ്ടം പോലെ ഓതണം. കഷ്ടിച്ച് കത്തും തീർക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ പാവങ്ങൾ റമദാന്റെ സ്പിരിറ്റിലൊക്കെ ആരംഭത്തിൽ നല്ല സ്ട്രോങ്ങിൽ ഓതി തുടങ്ങും. ചിലപ്പോൾ ഒന്നാമത്തെ ഓമിന് 2 ഓതിണ്ടാവും. കാരണം അന്ന് പണിയൊക്കെ ഒഴിവാക്കിയിട്ട് തലവൽമ്പല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി 2 ജ്യൂസൊക്കെ ഓതിണ്ടാവും. പിറ്റേന്ന് 1 ജ്യൂസ്, അങ്ങനെ 3 ജ്യൂസായി. 2 ഓമിന് 3 ജ്യൂസായി. കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെയായി. അതിന്റെ ഇടയിൽ നോമ്പറുണ്ടാവും. അമ്മായിമ്മന്റെ വകയിൽ തൽക്കാരം ഈ 11 മാസത്തിലെ വെള്ളാട്ടി ഇറക്കുന്നുണ്ട്. ഒരാർക്കും ഒന്നും വേണ്ട. അപ്പോഴൊരു നോമ്പറ. അതിനൊന്ന് പോയി, അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി. അതിനിടെ പിന്നെ മരോനെ ഇങ്ങോട്ട് വിളിച്ച്, മരോളെ അങ്ങോട്ട് കൊണ്ടുപോയി. അമ്മോശനായ ഒരു തൽക്കാലത്തിന് അങ്ങോട്ട് നോക്കി. അങ്ങനെ 4 നോമ്പർ കഴിയുമ്പോൾ ഇത് കഴിയുന്നുണ്ടാവും. റമദാൻ കഴിയല്ല, ഖുർആനോദിലും തെറ്റിണ്ടാവും. നോമ്പ് 10 ആകെ ആയത് 3 ജ്യൂസാണ്, ഈ 4 ജ്യൂസാണ്. അപ്പൊ പിന്നെ ഓൻക്കാർ എന്തെങ്കിലും ഓടിയാലും ഉണ്ടാവില്ല. കിട്ടുപോയി. ഈ 200 മീറ്റർ ഓട്ടത്തിനൊക്കെ കാണാം ഓടുന്നേ. അപ്പൊ അങ്ങനെ 1 റൗണ്ട് കഴിഞ്ഞാൽ 3 റൗണ്ടൊക്കെ ഓടാണ്ടെങ്കിൽ 1 റൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരുത്ത ബാക്കിലാണെങ്കിൽ ഓൻ കുറച്ച് കഴിഞ്ഞാൽ ഇനി ഓടിയാത്തൂലുണ്ടാവും. ആ സൈഡിൽ കൂടെ അങ്ങനെ കണ്ടില്ല കളി. ആ സൈഡിൽ കൂടെ അങ്ങനെ കയറുമോ? കാരണം ഇനി വെറുതെ ഓടിയിട്ട് കാര്യമില്ല എന്നാണ്. അതേമാതിരി ആൾക്കാർ ഇനി ഏതാണ്ട് ഓടിയെത്തൂലാരും മുതാപാടെത്തും, പിന്നെ ഓതുമില്ല. മനസ്സിലായോ? ഇതൊക്കെ മറ്റേ ചങ്ങായിന്റെ പ്ലാനാണ്. ശൈത്താന്റെ വമ്പം പ്ലാനാണ്. എന്നിട്ട് ചെയ്താ പറയും ഏതായാലും ഈ കൊല്ലം അങ്ങനെ, അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് എന്നൊക്കെ പറയണ്ട. ആ ഇൻഷാ അല്ലാഹ്ന്റെ കൊല്ലായിട്ട് ഏത് അടുത്ത കൊല്ലം എന്നറിയില്ലേ? അതാണ് ഈ വരുന്നത്. ഈ കൊല്ലം നമ്മളോട് പറയും അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങനെ ആക്കിയേക്കണം, ഫുള്ള് പള്ളിയിൽ തന്നെ ആർമക്കാട് പോയിക്കോളാം എന്നൊക്കെ പറയും. അങ്ങനെക്കാട് പറയില്ല, ഒന്നും നടക്കൂല. അതുകൊണ്ട് ആദ്യം തന്നെ തീരുമാനിച്ചേക്ക് എത്ര ദിവസം കൊണ്ട് ഖത്തം തീർക്കണം. എത്ര ദിവസം കൊണ്ട് പറ്റുമെങ്കിൽ ഒന്ന് നോക്കി ഓതിപ്പോയി, മറ്റൊന്ന് ഖുർആന്റെ അർത്ഥത്തോട് കൂടി പോയി. ഓതിന് കൂടെ തഫ്സീറും കൂടി നോക്കിയിട്ട് പോയിക്കൊള്ളു. അതിനൊക്കെ നമ്മള് സമയം ഉണ്ടാവും. നമ്മൾ വിചാരിച്ചാൽ മതി.